Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഇന്നത്തെ പണി ഇവിടെ തന്നെ. ഇന്ന് ഈ സിറ്റിയിലുള്ളവരെ ഒരു ഓഫർ കൊടുത്ത് ഞാൻ പറ്റിച്ചിരിക്കും. അതിലൂടെ വർഷങ്ങളോളം ഇങ്ങനെ ഒരു ദിവസം ആരും മറക്കില്ല. സെയിൽസ്മാൻ ആകാനുള്ള സമയമായിരിക്കുന്നു മച്ചു. സാധനവും സമ്മാനവും ഒരേ സമയം വിൽക്കാനുള്ള സമയമായിരിക്കുന്നു. എന്റെ പേരാണ് വെങ്കി. ഞാൻ കഴിക്കും മുള്ളങ്കി. നിങ്ങളോട് നമസ്തേ എന്ന് പറയണോ അല്ലെങ്കിൽ നമസ്തേ? കുട്ടികളെ, എന്റെ പേരാണ് ബെങ്കി. ഞാൻ കഴിക്കും മുള്ളങ്കി. എന്റെ പേരാണ് ഖന്ന. കഴിക്കും ചേന. Nice to meet you, ബെങ്കി. അടിപൊളി. നിങ്ങളെ കണ്ടിട്ട് ഒരു കവിയാണെന്ന് തോന്നല്ലോ. നിങ്ങൾക്ക് വേണ്ടി എന്റെ കയ്യിലുണ്ട് ബ്രാൻഡഡ് ന്യൂ പെൻ. പക്ഷേ അതുകൊണ്ട് എവിടെ എഴുതും? ഇതാ പേപ്പർ. പക്ഷേ പേപ്പർ എവിടെ വെക്കും? അതിനാണ് ഈ ടേബിൾ. ടേബിളിന് മാച്ചായ സോപ്പയും ഉണ്ട് എന്റെ കയ്യിൽ. പിന്നെ ഇതാ പിടിച്ചോളൂ, പെട്രോൾ. ഓഹോ, പെട്രോൾ എനിക്ക് ആവശ്യം വരുന്ന സാധനമാണ്. വണ്ടി 2 ദിവസമായിട്ട് പെട്രോൾ ഇല്ലാതെ ഷെഡിൽ കിടക്കുകയാണ്. നീ എന്തിനാ ഇത്രയധികം സന്തോഷിക്കുന്നത്? ഇനി ഖന്ന സാർ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചിട്ട് നമ്മളെല്ലാരെയും മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. എന്തിനാണ് മാർക്കറ്റിൽ പോകുന്നത്? എല്ലാ സാധനങ്ങളും എന്റെ കയ്യിലുണ്ട്. ദാ നോക്ക്. എടാ, ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഖന്ന സാർ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാ, അല്ലാതെ ബാങ്ക് ഖന്ന സാറിന്റെ അല്ല. സംശയമുണ്ടോ? സാധനങ്ങൾ എടുത്ത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്തോളൂ. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം തിരിച്ചു തന്നാൽ മതി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. സാധനങ്ങൾ എടുത്ത് ഫ്രീ ആയി യൂസ് ചെയ്തോളൂ. ഇങ്ങനെ ഒരു സ്കീമിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. എന്റെ ചെറിയ മാവന് നാട്ടിലുണ്ടൊരു വില്ല. ഇങ്ങനെയുള്ള നല്ല സെയിൽസ്മാൻമാരെ കിട്ടാനേ ഇല്ല. എത്ര മനോഹരമായ കവിതയായിരുന്നു. താങ്കളുടെ മുന്നിൽ എനിക്ക് കൈകൂപ്പി നിൽക്കാൻ തോന്നുന്നു. നിങ്ങളുടെ കൂടെ നിന്ന് ഞാനൊരു ഫോട്ടോയും എടുക്കും. ക്യാമറ ഇല്ലെന്നാണോ? അതൊരു പ്രശ്നമേ അല്ല. എന്റെ കയ്യിലുണ്ട് ഒരു ബ്രാൻഡ് ന്യൂ ക്യാമറ. കാശില്ലെന്നാണോ? കുഴപ്പമില്ല, ബില്ല് നാളെ തരാം ഞാൻ. ഇതൊരു വലിയ ഡീലാണല്ലോ. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ. മേഡത്തിന് ഒരുപാട് സന്തോഷമാവും. എന്നാൽ വരൂ, പോവാം. നിങ്ങളുടെ വീട്ടിൽ വാതിൽ അകത്തേക്ക് തുറക്കാനുള്ള സൗകര്യമില്ലേ? ഓ, കുട്ടികളെ, ആരാണ് ഇയാൾ? സെയിൽസ്മാൻ ആണ്. കന്നാസാറിന്റെ വീട്ടിലേക്ക് വന്നതാണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്റെ പേരാണ് മിസ്റ്റർ വെങ്കി. കഴിക്കും മുള്ളങ്കി. കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ. ആർക്കും കൊടുക്കണ്ട ഇതിന്റെ കൂലി. ഇതാ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ബക്കറ്റ്. ഇതിൽ എത്ര വേണമെങ്കിലും വെള്ളം നിറയ്ക്കാം. ഈ ബക്കറ്റ് ഭാരം കുറവായിരിക്കും. എന്നാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതങ്ങനെ ഭാരം കുറഞ്ഞൊന്നും അല്ല. ഭാരം കുറവാണല്ലോ. ഇതിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഭാരം കുറവായിരിക്കും. അറിയോ? ബക്കറ്റ് എവിടെ ഇരിക്കട്ടെ. ഇനി വേറെന്തെങ്കിലും കാണിക്കൂ. എങ്കിൽ ഇത് നോക്കൂ, ജഗജില്ലാടി ഒരു സ്പീക്കർ. ഇതിൽ ഏത് പാട്ടിട്ടാലും അയൽക്കാർ ഒരിക്കലും നമ്മളെ കുറ്റം പറയില്ല. ഫ്രീ ആയി ട്രൈ ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടാൽ കാശ് നാളെ തന്നാ മതി. ഉപയോഗിക്കൂ. കൊള്ളാം. എനിക്ക് സ്പീക്കർ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ ഈ സ്പീക്കർ മാത്രം എടുത്തോളാം. ഇതാ വാങ്ങിക്കോളൂ നിങ്ങളുടെ ബിൽ.
വാങ്ങൂ വാങ്ങൂ. ഈ സ്പീക്കർ ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ. ക്യാഷ് നാളെ തന്നെ തന്നോളൂ. വാങ്ങൂ വാങ്ങൂ. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഓ എന്താ ഇത് പ്ലേ ആകുന്നേ ഇല്ലല്ലോ. സ്പീക്കറിനേക്കാൾ കൂടുതൽ ശബ്ദം വന്നത് ആ വെങ്കിയുടെ വായിൽ നിന്നാണ്. മര്യാദക്ക് അയാളെ അങ്ങ് വാങ്ങിയാൽ മതിയായിരുന്നു. ശരിയല്ലേ കൊച്ചളിയ? കൂട്ടുകാരെ, എനിക്ക് അയാളുടെ ഓഫറിൽ എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. എല്ലാ സാധനങ്ങളും വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നന്നായി സംസാരിച്ച് ക്ഷീണിച്ചു. റേഷനറിയിലെ കല്ല് മാറ്റാനും ഒരു നല്ല മനുഷ്യനാകാനും വലിയ പാടാണ് മച്ചു. ഇനി എന്റെ എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചിട്ട് ഞാൻ രാവിലെ തിരിച്ചു ചോദിക്കും. ഇരട്ടി ലാഭം കിട്ടും എനിക്ക്. സ്പീക്കർ കാണുന്നില്ല. അയ്യോ, എന്റെ സാധനങ്ങളൊന്നും കാണാനില്ല. എന്റെ ഡംബിൾസും കാണാനില്ലല്ലോ. കാണുന്നില്ല. ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു മോഷണം ഈ നഗരത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. നാട്ടുകാരെ, ഞാനാണ് മിസ്റ്റർ വെങ്കി. കഴിക്കാറുണ്ട് വെണ്ടയ്ക്ക. ഇന്നലെ വരെ നിങ്ങൾ മുള്ളങ്കിയല്ലേ കഴിച്ചോണ്ടിരുന്നത്? അതെ, ഇത്രയും സാധനങ്ങൾ വിറ്റതല്ലേ ഞാൻ. അതിന്റെ സന്തോഷത്തിൽ 4-5 ചീരയും 4 വെണ്ടയ്ക്കയും എക്സ്ട്രാ ഇട്ടു ഞാൻ. അത് ആ സാധനങ്ങളൊക്കെ അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്കൂട്ടറിൽ 3 പേര് ഇരിക്കുക, സാധനങ്ങൾ തിരിച്ചു തരാൻ വൈകുക. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ഈ നോട്ടം കണ്ടാൽ ഞാൻ തന്ന സാധനങ്ങളൊക്കെ എന്നേക്കുമായി മോഷണം പോയി എന്നതൊന്നുമല്ലോ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം സാധനങ്ങളൊക്കെ മോഷണം പോയെന്ന്? കാരണം ഇയാള് കഴിക്കുന്നത് മുള്ളങ്കിയല്ലേ കൊച്ചളിയ? മുള്ളങ്കി കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിശക്തി കൂടുമെന്നാ പറയാറ്. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇതെല്ലാം മനസ്സിലായത്. ഞങ്ങൾ ഇൻസ്പെക്ടർ പാണ്ഡയുടെ അടുത്തേക്ക് പോകാൻ പോവുകയാണ്. കാരണം നിങ്ങളടുത്ത് വാങ്ങിച്ച സാധനങ്ങളൊക്കെ മോഷണം പോയിരിക്കുകയാണ് ഇപ്പോ. നിങ്ങളുടെ ഫ്രിഡ്ജ് കണ്ടായിരുന്നോ? അത് മോഷണം പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഏത് പശുവിനെയാണോ കറക്കാൻ നോക്കിയത് ആ പശു തന്നെ നേരിട്ട് മിൽമയിൽ പാല് വാങ്ങാൻ വന്നതുപോലെ ഉണ്ട്. സംശയമുണ്ടോ? സ്വന്തമായി സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് പോലീസിനെ വിളിച്ചു വരുത്തുന്നോ? എന്റെ ഓഫീസിൽ പുതിയൊരു സ്റ്റാഫ് വന്നു. ഗ്ലോറി, സാധനങ്ങളെല്ലാം മോഷണം പോയി. അതുകൊണ്ട് വി ആർ സോറി. ഈ നഗരത്തിൽ രാത്രി സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചില്ലെങ്കിൽ മോഷണം നടക്കുമെന്ന് ഉറപ്പല്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം രാത്രിയാ മോഷണം നടന്നതെന്ന്? പിന്നെ കാരണം ഇയാള് കഴിക്കുന്നത് മുള്ളങ്കിയല്ലേ? ബുദ്ധിശക്തി കൂടും കൊച്ചളിയ. ഇയാള് ചിലപ്പോ ഇനി രാത്രി വന്ന് എല്ലാവരുടെ സാധനങ്ങൾ മോഷ്ടിച്ച കള്ളൻ ഇയാള് തന്നെയാണോ? ഇപ്പൊ തന്നെ കൺഫേം ചെയ്തേക്കാം. നോക്ക്, CCTV ക്യാമറ. ആരാണോ രാത്രിയിൽ മോഷ്ടിക്കാൻ വന്നത് അയാളുടെ മുഖം ഉറപ്പായി ഇതിൽ റെക്കോർഡായി കാണും. അയ്യോ, ഈ കാര്യം ഞാൻ ഇതുവരെ ആലോചിച്ചതേ ഇല്ലല്ലോ. നീ മുള്ളങ്കി കഴിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഞൊടിയിടയിൽ കള്ളനെ പിടികൂടാനാകും. ഞൊടിയിടയിലല്ല, CCTV നമുക്ക് കള്ളന്റെ വിവരങ്ങളൊക്കെ കിട്ടുള്ളൂ സുഹൃത്താരെ. പിടികിട്ടി, കള്ളനെ പിടികിട്ടി. പ്രിയപ്പെട്ട നാട്ടുകാരെ, വേടന്മാരുടെ വില്ലും നാട്ടുകാരുടെ തല്ലും എനിക്ക് ഇഷ്ടമല്ല.
ഇതിപ്പോ ശരിക്കുമുള്ള കള്ളൻ ഞാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാനിതാ എസ്കേപ്പ് ആകുന്നു. എസ്കേപ്പ് മച്ചു. യഥാർത്ഥ കള്ളൻ ഇവനായിരുന്നോ? എങ്കിൽ പിടിക്കവനെ. എന്റെ ഫ്രിഡ്ജ് തിരിച്ചു താ. തന്നിട്ട് പോ. ഇന്ന് രാത്രി ആ വെങ്കിയുടെ ഉറക്കം ജയിലിലായിരിക്കും. എല്ലാവരും ജനലിലൂടെ അകത്തേക്ക് കയറിക്കോ. പിന്നൊരു കാര്യം, നിങ്ങൾ സാധനങ്ങളുടെ ഇടയിൽ ഒളിച്ചോ. എവിടുന്നാണോ വെങ്കി വരുന്നത് അപ്പ കൊടുക്കണ ഇടി. ഇന്ന് മുഴുവൻ കളിയും വെളിച്ചത്തായല്ലോ മച്ചു. എന്താ ചെയ്യുക? എങ്ങോട്ടാ രക്ഷപ്പെടുക? ആ അലമാരിയിൽ കയറി ഒളിക്കാം മച്ചു. അല്ല, ഈ തുണികൾക്കിടയിൽ എല്ലും കഷ്ണത്തിന് എന്താ കാര്യം? വെറും എല്ല് മാത്രമല്ലടാ, മസിലി കൂട്ടടാ. നാട്ടുകാർക്ക് ട്രയല് സാധനം കൊടുത്തിട്ട് മോഷ്ടിക്കുന്നു അല്ലേ? എന്നിട്ട് അതേ സാധനം ഞങ്ങളോട് തന്നെ തിരിച്ചു ചോദിക്കുന്നു അല്ലേ? ഇന്നാ പിടിച്ചോ. അയ്യോ, എടോ കിക്കാണെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിടിക്കുന്നു. ചതിക്കുള്ള മറുപടി ചതിയിലൂടെ തന്നെ തന്നിരിക്കുന്നു. ഇയാള് തനിക്കും സാധനങ്ങളൊക്കെ വിറ്റായിരുന്നോ? മോനെ, എന്റെ സാധനങ്ങൾ മോഷ്ടിച്ച അവൻ നിങ്ങൾക്ക് വിറ്റത്. ഞാൻ ആക്രിക്കാരൻ സുരേഷാണ്. ഒരു മിനിറ്റ്. അവൻ ഇതിന്റെ ഉള്ളിലുണ്ട്. സൂക്ഷിച്ചു തരണേ, അല്ലേ എന്റെ ഡ്രംസ് പൊട്ടിപ്പോകും. അയ്യോ, എന്റെ അലമാര. ദൈവമേ, എന്റെ ഡിന്നർ പ്ലേറ്റ്. ഇൻസ്പെക്ടർ പാണ്ഡ, സോറി. എന്തിനു വേണ്ടിയാ സോറി? ഇതിനാ സോറി. ഈഷ്, ഈഷ്, ഇത് ട്യൂസ്ഡേ ആണ്. ഞാൻ പഞ്ചിങ് ബാഗിൽ പ്രാക്ടീസ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. അയ്യോ, എന്നെ രക്ഷിക്കണേ. കുട്ടികൾക്ക് സമർച്ചിപ്പും പിന്നെ എനിക്ക് മാപ്പും ഒരുപാട് ഇഷ്ടമാണ്. ഇനി മുതൽ മറ്റുള്ളവർക്ക് എന്നല്ല, എനിക്ക് പോലും ഞാൻ സാധനങ്ങൾ വിൽക്കില്ല. ഇത് സത്യമാണ്.
ആക്രി ചേട്ടാ, അങ്ങനെ കള്ളം പിടിയിലായി. ഇനി എല്ലാരും അടി കഴിഞ്ഞു.